ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സ്വർണത്തിൻ്റെ ആളോഹരി യൂസിൽ ഇന്ത്യയിൽ ഏറ്റവും മാക്സിമം യൂസേജ് ഉള്ളത് കേരളത്തിലാണ്. ആളോഹരി ക്വാണ്ടിറ്റി ചിലപ്പം മറ്റ് സ്റ്റേറ്റുകൾ പലത്, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് പോലുള്ള സ്റ്റേറ്റുകൾ കാണും. അത് എത്രമാത്രം ശരിയാണ്? ആ പറഞ്ഞതിൽ ഒരുപാട് ശരിയുണ്ട്. കാരണം നമ്മൾ കേരളം എന്ന് പറയുന്നത് 3 കോടി ജനങ്ങളും, കേരളം എന്ന് പറയുന്നത് ഒരൊറ്റ ടൗണായിട്ട് തന്നെ സങ്കല്പിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ആളോഹരി വരുമാനവും ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിലാവാനാണ് സാധ്യത. ആ നിലയ്ക്ക് യൂസേജ് നമ്മുടെ കുടുംബങ്ങൾ, സ്ത്രീകൾ എല്ലാവരും ആ യൂസേജിനും നമ്മൾ തന്നെയാണ് മുന്നിൽ. അപ്പോൾ ആ നിലയ്ക്ക് ആണ് കേരളത്തിലെ പുതിയ പുതിയ സംരംഭങ്ങൾ. ഒരു കാഴ്ചപ്പാട് ഇന്ന് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളിൽ വലിയ 100, 200, 300, 400 ഒക്കെ ശാഖകളുള്ള കോർപ്പറേറ്റുകളിൽ ഒരു 90% ആസ്ഥാനം ഇന്ന് കൊച്ചു കേരളത്തിലാണ്. അപ്പം നമ്മുടെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് അതൊക്കെ വളർന്നു വരുന്നത്. ആ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉപഭോഗം ഇത്രയധികം കൂടുന്നത് കൊണ്ടാണ് ആ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതൊരു സാർ പറഞ്ഞിരിക്കുന്നതൊരു വലിയ സത്യമാണ്, നമ്മൾ അംഗീകരിക്കുന്നത്. ഈ കേരള മാർക്കറ്റിൻ്റെ സൈസ് എത്രയാണ്? എത്ര അപ്രോക്സിമേറ്റ്ലി ആക്റ്റീവായിട്ടുള്ള എത്ര ജുവല്ലേഴ്സ് കാണും നമ്മുടെ സ്റ്റേറ്റിൽ? അതേപോലെ ഒരു കാര്യം കൂടെ, ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള ട്രേഡേഴ്സും പലരും കാണുമായിരിക്കും. അപ്പം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ സൈസ് എത്ര കാണും കേരള മാർക്കറ്റിൻ്റെ? ഈ HSN കോഡ് 7113 ഇതാണ് ഗോൾഡിൻ്റെ ട്രേഡ് തുടങ്ങുന്ന HSN കോഡ് ഉള്ളത്. ഈ കോഡ് നമ്മൾ അടിച്ചു നോക്കിയാൽ ഏകദേശം 8000-ലധികം കച്ചവടക്കാർ രജിസ്ട്രേഷൻ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ സർക്കാരിന് തന്നെ ഈ HSN കോഡ് വെച്ചിട്ട് നമ്മുടെ വ്യാപ്തി, നമ്മുടെ വ്യാപാരത്തിൻ്റെ വ്യാപ്തി എത്ര ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയേണ്ടതാണ്. ഇത്രയും ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് അവരത് പറയുകയും ചെയ്തിരുന്നു. വ്യാപ്തി എത്ര ഉണ്ട്, വ്യാപാരത്തിൻ്റെ വ്യാപ്തി എത്ര ഉണ്ട് എന്ന് പറയുന്നത് ഒരു ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത് കാൽക്കുലേഷൻ നടത്താൻ കഴിയില്ല. അതേസമയത്ത് സർക്കാരിന് ഞങ്ങൾ കൊടുക്കുന്ന റിട്ടേണുകളൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു ഒറ്റ HSN കോഡിലേക്ക് എത്ര വ്യാപാരം വന്നിട്ടുണ്ടെന്ന് പറയാൻ വളരെ നിഷ്പ്രയാസം കഴിയും. എങ്കിലും 2022 നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ് 1 ലക്ഷം കോടിയിലധികം രൂപയുടെ വ്യാപാരം കേരളത്തിൽ നടന്നു എന്നതാണ്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തവണ നമ്മളിപ്പോൾ ഇത്തരത്തെ ഈ റേറ്റ് ഇൻക്രീസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1.25 ലക്ഷം കോടി രൂപയുടെ മേലെ നമുക്ക് വ്യാപാരം നടന്നതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പം അതിൻ്റെ വ്യാപ്തി വളരെ വളരെ വലുതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം തമിഴ്നാട് നമ്മളെക്കാളും ഒരുപാട് 7 കോടിയോളം ജനങ്ങളുള്ളതാണ് തമിഴ്നാട്. തമിഴ്നാടിനേക്കാൾ നികുതി വരുമാനത്തിൽ കേരളം ഒരുപാട് മുന്നിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളാണ് അതിനേക്കാൾ കൂടുതൽ വ്യാപാരം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നേരത്തെ സ്വർണത്തിൻ്റെ ഈ പെർ ക്യാപിറ്റ യൂസേജിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ അത് മലയാളീസ് മോസ്റ്റ്ലി ഈ ഗൾഫിലൊക്കെയുള്ള മലയാളീസാണ് കൂടുതൽ കൺസ്യൂം ചെയ്തിരുന്നതൊക്കെ ഇങ്ങനെ കേട്ടു. ഇപ്പം നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ജുവല്ലേഴ്സിൻ്റെയൊക്കെ ഔട്ട്ലെറ്റ്സ് ഇപ്പം UK, USA ഒക്കെ ആയിട്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കാണാൻ തുടങ്ങി. മലേഷ്യ, ഇവിടെയെല്ലാം ഈ കേരള സ്റ്റേറ്റ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ പല കോർപ്പറേറ്റുകളുടെയും ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി. അവിടെയും നമ്മുടെ ആളുകൾ തന്നെയാണോ യൂസേജിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഷോപ്പുകളിൽ വരുന്നത്? കേരളത്തിലെ കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ജുവലറികളുടെ ഒരു വലിയ ശതമാനം ജുവലറികളും ഇപ്പോൾ GCC കൺട്രികളിലും മറ്റ് ഫോറിൻ രാജ്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ എല്ലാം വളരെ കൂടുതൽ മലയാളികൾ ഉണ്ട്. മലയാളികളെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് അവിടെയും സ്വർണ്ണ വ്യാപാരം വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. നേരത്തെ 1-2 ചോദ്യങ്ങളിലൂടെ ചോദിച്ചതിനോട് ഞാൻ ചേർത്ത് നമ്മുടെ രാജ്യത്ത് 25,000 ടൺ മുതൽ 30,000 ടൺ വരെ സ്വർണം ഹോൾഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഒരു 30% ഹോൾഡ് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കേരളമായിരിക്കും. ആളോഹരി ഉപഭോഗത്തിൽ കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപഭോഗം നടക്കുന്ന ഒരു സംസ്ഥാനവും കേരളമാണ്. ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ 100 കണക്കിന് കേരള ജുവലറികളാണുള്ളത്. അത് ഏതാണ്ട് ഒരു 150 രാജ്യത്തെ ഉപഭോക്താക്കൾ വന്ന് ഡെയിലി വരുന്ന ഒരു രാജ്യമാണ് ദുബായ്. ആ ദുബായിൽ പോലും കേരള ജുവലറികളിലാണ് ഏറ്റവും വലിയ തിരക്ക് നടക്കുന്നത്. ആ കേരള ജുവലറിയിൽ തന്നെ കേരളത്തിലെ ജുവലറികൾ മാത്രമല്ല, ഇന്ത്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും ഒക്കെ പുതിയ പുതിയ ഫാഷനുകൾ അവിടെ
അവരുടെ എല്ലാ ജ്വല്ലറികളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകത്തും സ്വർണത്തെ ഇപ്പോൾ വലിയ ഫോക്കസ്ഡായിട്ട് കൊണ്ട് നടക്കുന്ന ജ്വല്ലറികൾ കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ ചെറുകിട ഇടത്തരം ജ്വല്ലറികളൊക്കെ തന്നെ GCC കൺട്രികളിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ അവരുടെ വലിയ തോതിൽ വ്യാപ്തി വർദ്ധിപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ലോകത്തിലെ ഓരോ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ചലനങ്ങളനുസരിച്ച് ചേഞ്ചസ് വരുന്നില്ല. ഈ സ്വർണത്തിന് മാത്രം അങ്ങനെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു വാറുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൂഡ് ഇമ്പോർട്ടിൻ്റെ ഇഷ്യൂ വന്നു, അപ്പോഴും സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്യുന്നതും ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് വരുന്നതും സ്വർണത്തിൻ്റെ വ്യാപാരത്തിലാണ്. അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഡിസിഷൻസ് ഓരോ കാര്യത്തിലും അങ്ങനെയുള്ള തീരുമാനങ്ങളും എല്ലാം ഈ സ്വർണ്ണ വ്യാപാരത്തെ കണ്ടമാനം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? സ്വർണം എന്ന് പറയുന്ന ഒരു സുരക്ഷിത നിക്ഷേപമാണ്, സേഫ് ഹെവനാണ്. കാര്യം ഇപ്പോൾ തന്നെ ലോകത്ത് ഇപ്പോൾ 2-3 വാറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം നടക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പലായനം ചെയ്യുന്നത്. ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്ക് പോവുകയാണ്. അവരവരുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ആ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് പോയാൽ പോലും അവിടെ നമ്മുടെ നോട്ട് മാറാനുള്ള സാഹചര്യമാണ്. പക്ഷേ അവരുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ എവിടെയും അത് മാറ്റിയെടുക്കാനും. സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപിക്കുക, സേഫ് ഹെവനാകുക. മറ്റ് ഓഹരി വിപണികളും മറ്റ് വിപണികളും ഒക്കെ തകർന്നടയുമ്പോഴും ശരി, സ്വർണം വലിയ തോതിൽ ഡെപ്പോസിറ്റുകൾ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈൻ വ്യാപാരം വളരെ ശക്തമാണ്. ഓൺലൈൻ വ്യാപാരം എന്ന് പറയുന്നത് ഓർണമെൻറ്റ്സ് വാങ്ങിക്കുക എന്നുള്ളതല്ല, നമ്മൾ നിക്ഷേപം നടത്തുകയാണ്. ഇപ്പോൾ സ്വർണത്തിൻ്റെ ഓരോ ഡെയിലി മിനിറ്റ് ബൈ മിനിറ്റായിട്ട് സ്വർണത്തിന് വില വ്യത്യാസം വരുന്നത് ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയും പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യും തോറും വില കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രോഫിറ്റ് എടുത്ത് പിന്മാറുമ്പോൾ വില ചെറുതായിട്ടൊന്ന് കുറയുന്നു. ഒരു ചെറിയ ഡിപ്പ് ഉണ്ടാകുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സ്വർണത്തിൽ നഷ്ടപ്പെടുന്നില്ല. ഏറ്റവും വലിയ നിക്ഷേപമായി സ്വർണത്തെ കാണുന്നു. സ്ത്രീകളുടെ ആത്മവിശ്വാസം തന്നെ സ്വർണ്ണമാണ്. സ്വർണ്ണമില്ലാത്ത ഒരു ആത്മവിശ്വാസം സ്ത്രീകൾക്കില്ല എന്നുള്ളതാണ്. ഒരു ഗ്രാമെങ്കിലും സ്വർണ്ണമില്ലാത്ത ഒരു വീടുകളും കേരളത്തിലില്ല. അതാണ് കേരളത്തിൻ്റെ ഒരു സംഭവം. കേരളത്തിൽ ഈ ഏത് വിവാഹം നടന്നാലും തന്നെയും അതിലൊരു വലിയ ടച്ച്, ഏറ്റവും വലിയ സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്വർണ്ണത്തിലാണ്. അപ്പം ഇതൊരു ആഭരണമായി അണിയുന്നതിന് മാത്രമല്ല, ഇതൊരു ഭാവിയിലേക്കുള്ള ഒരു അസറ്റ് കൂടിയാണ്. ആ രീതിയിലാണ് മലയാളികളും ലോകവും ഇതിനെ നോക്കിക്കാണുന്നത്. ഇതിപ്പോൾ ഒരു നിങ്ങളുടെ കലണ്ടറിലെ ഒരു റെഗുലർ ഫീച്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് ഇനിയും ഇത് സ്ഥിരമായിട്ട് ഒരേ വെന്യൂ തന്നെയായിരിക്കും, അത് നിങ്ങൾ സ്റ്റേറ്റ് സ്കാറ്റർ ചെയ്ത് എല്ലായിടത്തും കൊണ്ടുവരാൻ അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ടോ? ഇപ്പം ഞങ്ങൾ ഈ എക്സിബിഷൻ നടത്തുന്നത് ഒരു സ്ഥിരം വെന്യൂ എന്ന് തന്നെ പറയാം. അഡ്ലക്സ് എന്ന് പറയുന്ന അങ്കമാലിയിലെ ഒരു സ്ഥലത്താണ്. തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ പുറപ്പെടുകയും കാസർഗോഡ് നിന്ന് ഒരാൾ പുറപ്പെടുകയും ചെയ്താൽ ഒരേ സമയം എത്തിച്ചേരുന്ന സ്ഥലമാണ് അങ്കമാലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു എക്സിബിഷൻ എപ്പോഴും കൊച്ചിയും എറണാകുളവും കേന്ദ്രീകരിച്ച് നടത്താനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളും കൂടുതലുള്ളത്, എയർപോർട്ട് ഏറ്റവും അടുത്തുള്ളത്, അങ്ങനെ എല്ലാതരം അടിസ്ഥാന സൗകര്യങ്ങളും ഏറ്റവും കൂടുതലുള്ളത് കൊച്ചിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥിരം വേദി എറണാകുളത്താവാനാണ് കൂടുതൽ സാധ്യത. As you may know it before, it has been an emerging trend that more and more exhibitions of this kind is happening in Kerala. And have you got any plans to expand it further to a level in which you will be able to manage more and more international players to the local market? Absolutely. See, exhibition is becoming a trend in India nowadays. Feel they can bargain, they know what is the trend is going on, that the personal touch will be there in the exhibition. Moreover, this exhibition is a clearly B2B exhibition where all the manufacturers and wholesalers are participating from across India. There are around 150 companies and more than 300 booths are there in this exhibition. And of course, in any state or any country, when there is a MICE develops, the state also develops. And we are very lucky we have a good convention center like ADLEX, which has got a good infrastructure. Now we have taken hall 1 only. So when, as sir said, when the response is more,
we expand it to Hall 2, and there are more other places also where we can put an hangar and we can expand in a bigger way also. So as sir said, the airport also is near, railway station is near. The reachability also is very nice in Cochin at Lex. So that is the reason we have selected this venue. Absolutely, when the response is more, every year this will be an annual event, and it will be, we will also happy. The exhibition should not be stagnated. It should increase the So participants. above all, you mean to say there is a greater possibility of Cochin emerging as a MICE destination in future. Any day, any day, any day. Thank you. Thank you very much.